തെരഞ്ഞെടുപ്പിലുണ്ടായ പരാജയം ഭരണവിരുദ്ധ വികാരമാണോ എന്ന് പരിശോധിക്കുമെന്ന് CPI. തിരുവനന്തപുരത്ത് എന്ത് സംഭവിച്ചുവെന്ന് ആഴത്തിൽ പരിശോധിക്കുമെന്ന് പന്ന്യൻ രവീന്ദ്രൻ 24-നോട് പറഞ്ഞു. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായാൽ കേരളത്തിൽ എന്ത് ലഭിക്കും എന്ന് കാത്തിരുന്ന് കാണാം എന്നും പറയുകയാണ് പന്ന്യൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയം ആവർത്തിച്ചതും BJP വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചതും ഇടതുമുന്നണിയിൽ ആശങ്കയുണ്ടാക്കിയിരുന്നു. നേരിടേണ്ടി വന്ന കടുത്ത പരാജയത്തിനു പിന്നിൽ ഭരണവിരുദ്ധ വികാരമാണെന്നും ആരോപണമുണ്ടായി. ഇതിന് പിന്നാലെയാണ് മുതിർന്ന CPI നേതാവ് പന്ന്യൻ രവീന്ദ്രന്റെ പ്രതികരണം. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. സ്വയം വിമർശനം കമ്മ്യൂണിസ്റ്റുകാർക്ക് അനിവാര്യമാണെന്നും പന്ന്യൻ രവീന്ദ്രൻ. കമ്മ്യൂണിസ്റ്റുകാർ സാധാരണഗതിയിൽ നടത്തുന്ന തന്നെയാണ്. ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ സെൽഫ് ക്രിറ്റിസം ഉണ്ട്. പിന്നെയോ തിരുത്തേണ്ട ഏത് കാര്യം ഉണ്ടെങ്കിലും തിരുത്തും. സെൽഫ് ക്രിറ്റിസം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ളതാണ്. വിമർശനവും സ്വയം വിമർശനവും എന്ന് പറയും. അത് രണ്ടും നമുക്കുണ്ട്. രണ്ടും കണ്ട് പരിശോധിക്കും. തിരുവനന്തപുരത്ത് 2 കോടീശ്വരന്മാർക്കിടയിലാണ് മത്സരിച്ചത്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ആഴത്തിൽ പരിശോധിക്കും. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായാൽ കേരളത്തിന് എന്ത് ലഭിക്കുമെന്ന് കാത്തിരുന്നു കാണാം. കാത്തിരുന്ന് കാണാം. ഇപ്പോഴതിനെക്കുറിച്ച് മുൻകൂട്ടി ഒരു ഡയലോഗ് പറ്റിയല്ല. കാത്തിരുന്ന് കാണാം. കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് BJPയുടെ വളർച്ച നോക്കിക്കാണാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റ് നേടുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞിരുന്നത്. എന്നാൽ ഭരണം കൊണ്ട് ഉള്ളതുകൂടി കളഞ്ഞു കുളിച്ചുവെന്നും പന്ന്യൻ രവീന്ദ്രൻ വിമർശിച്ചു. വിനീത VG 24 കൊച്ചി.